Hi dear students, welcome to Gallant IAS. So, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുണ്ടായി. ഏകദേശം 30 ചോദ്യങ്ങളുടെ ഒരു ടെസ്റ്റ് ആയിരുന്നു. സോ ബോത്ത് ഓൺലൈൻ സ്റ്റുഡൻസിനും ഓഫ്ലൈൻ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടായിരുന്നു ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത് അല്ലേ. അപ്പോൾ കുറേ കുട്ടികൾ അത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ കുറേ കുട്ടികൾ നല്ലതുപോലെ ചെയ്തു, കുറച്ച് പേർക്ക് അത്യാവശ്യം പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ അപ്പോൾ ഈ ഒരു ടെസ്റ്റിൻ്റെ എയിം അത് തന്നെയായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നുണ്ടാവും. കുറേ ക്വസ്റ്റ്യൻസ് ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മിക്സ്ചറാണ് ശരിക്കും ഈ 30 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഒരു 30 ചോദ്യങ്ങളുടെ ടെസ്റ്റ് ആയിരുന്നു, 50 മിനിറ്റ് ആയിരുന്നു. ഏറെക്കുറെ എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും എഴുതാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതുക, എന്നിട്ട് മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണാവൂ, ഈ ഡിസ്കഷൻ വീഡിയോ കാണാവൂ. ഓക്കെ, അപ്പോൾ ഇനി അധികം ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1. സോ ഒന്നാമത്തെ ചോദ്യം is, let me check and cross check it. Yeah, a policeman saw a thief from a distance of 200 meters and started running towards him. If the speed of the policeman and the thief are 12 and 10 kilometers respectively, find the distance the thief had to run before getting caught. നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ കുറേ ചെയ്തതാണ്, പോലീസ്മാൻ്റെയും തീഫിൻ്റെതും അല്ലേ. അതായത് ഇത് ശരിക്കും ഒരു റിലേറ്റീവ് സ്പീഡിൻ്റെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് പോലീസ്മാനും തീഫും ഉണ്ട് അല്ലേ. പോലീസ്മാൻ്റെ സ്പീഡ് എത്രയാണ്? തീഫിനേക്കാളും കൂടുതലാണ്. സോ തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും ഓടുമ്പോൾ എന്തായാലും തീഫിനെ പിടിക്കും. ഓക്കെ, നമ്മുടെ അടുത്ത് ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അറ്റ് വാട്ട് ടൈം അല്ലേ, അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ ടൈമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടൈം അല്ല, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ്. അതായത് തീഫ് എത്ര ഡിസ്റ്റൻസ് ഓടിയതിന് ശേഷമാണ് പോലീസ് പിടിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പല ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ ക്ലാസ്സിൽ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ഒരു ക്രിക്കറ്റർ അല്ലേ. ഒരു ക്രിക്കറ്റ് കളിയിൽ ഒരു ഫീൽഡർ ഒരു ബോളിൻ്റെ പുറകെ ചേസ് ചെയ്യുന്നു. സോ ബോളിൻ്റെ സ്പീഡ് ഇത്രയാണ്, ക്രിക്കറ്ററിൻ്റെ സ്പീഡ് ഇത്രയാണ്, എത്ര ടൈമിലായിരിക്കും ക്രിക്കറ്റർ ഈ ബോൾ പിടിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഏകദേശം ഇതുപോലെ തന്നെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എ പോലീസ്മാൻ സോ എ തീഫ് ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ. സോ നോക്കിയേ, ഇതാണ് പോലീസ്മാൻ്റെ ഇനിഷ്യൽ പൊസിഷൻ എന്നിരിക്കട്ടെ. ഇതാണ് പോലീസ്മാൻ്റെ ഇനിഷ്യൽ പൊസിഷൻ എന്നിരിക്കട്ടെ. ലെറ്റ് ദിസ് ബി പി. ഓക്കെ, ഇതാണ് തീഫിൻ്റെ പൊസിഷൻ എന്നിരിക്കട്ടെ. ലെറ്റ് ദിസ് പൊസിഷൻ ബി ടി. പോലീസ്മാൻ തീഫ് അല്ലേ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 200 മീറ്റർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ആഫ്റ്റർ സർട്ടൻ ഡിസ്റ്റൻസ്, ആഫ്റ്റർ റണ്ണിങ് സർട്ടൻ ഡിസ്റ്റൻസ് ദ തീഫ് ഈസ് ഗെറ്റിംഗ് കോട്ട്. അതായത് കുറേ ഡിസ്റ്റൻസ് ഓടിയതിന് ശേഷം, അതായത് ഇവർ പോലീസ് കള്ളനെ കണ്ടു, ആ ഇൻസ്റ്റന്റിൽ പോലീസ് കള്ളനെ ചേസ് ചെയ്യാൻ തുടങ്ങി, തീഫിനെ ചേസ് ചെയ്യാൻ തുടങ്ങി. ദെൻ ആഫ്റ്റർ റണ്ണിങ് സർട്ടൻ ഡിസ്റ്റൻസസ്, അതായത് രണ്ടുപേരും ഓടി ഒരു ഡിസ്റ്റൻസ് എത്തുമ്പോൾ, ഒരു നിശ്ചിത ഡിസ്റ്റൻസ് എത്തുമ്പോൾ, ലെറ്റ് ദാറ്റ് പോയിന്റ് ബി എക്സ്. എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റിൽ എത്തുമ്പോൾ ശരിക്കും പോലീസ് കള്ളനെ പിടിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. അതായത് ഇവർ രണ്ടുപേരും ഓടി ഈ ഒരു ഡിസ്റ്റൻസ് എത്തുമ്പോൾ, അതായത് ഈ ഡിസ്റ്റൻസ് ടി എക്സ് എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് എത്തുമ്പോൾ, ലെറ്റ് ദിസ് ഓക്കെ, ടി എക്സ് എന്ന് പറഞ്ഞുള്ള ഈ ഡിസ്റ്റൻസ് എത്തുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? ശരിക്കും പോലീസ് കള്ളനെ പിടിക്കുന്നു. അതായത് കള്ളൻ ഓടി ഇത്രയും ഡിസ്റ്റൻസ് എത്തിയപ്പോഴത്തേക്ക് പോലീസ് എന്ത് ചെയ്തു? ചേസ് ചെയ്യുന്നത് അല്ലേ. രണ്ടുപേരും കൂടി ഇങ്ങനെ ഓടിതാ ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് പിടിക്കുന്ന ഒരു അവസ്ഥയായി. അപ്പോൾ ഡി എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസ് കള്ളൻ ഓടി എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റിൽ എത്തിയപ്പോഴാണ് കള്ളനെ പിടിക്കുന്നത്. നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന ആ ഡി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് അല്ലേ. ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്, നമ്മൾ ഓൾറെഡി അറിയാം എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളത്. സോ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് നമുക്കിവിടെ ടൈം കണ്ടുപിടിക്കണം. എന്ത് ടൈം കണ്ടുപിടിക്കണം? കള്ളൻ ടി തൊട്ട് എക്സ് വരെ ഓടിയ ടൈം അല്ലേ. നമ്മൾ ക്ലാസ്സിൽ ഇതേപോലെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു അവിടെ ചെയ്തിരുന്നത്? അതായത് ഒരു കള്ളനും പോലീസും കൊണ്ട് പോലീസ് കള്ളനെ ചേസ് ചെയ്യുന്നു, എന്നിട്ട് ഒരു പോയിന്റിൽ എത്തിയപ്പോൾ പിടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ചേസിങ് ടൈം എന്താണെന്നാണ്, അങ്ങനെയാണ് ചോദിച്ചിരുന്നത് അല്ലേ. അല്ലെങ്കിൽ എത്ര സമയത്തിന് ശേഷമാണ് ശരിക്കും കള്ളനെ പിടിക്കുന്നത്, എത്ര സെക്കൻഡ്സിന് ശേഷമാണ്, എത്ര മിനിറ്റ്സിന് ശേഷമാണ്. അതായത് പോലീസ് കള്ളൻ, അപ്പോൾ ഇവർ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ടൈമിന് ശേഷമാണ് പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓവറോൾ ഈ ഒരു ചേസിങ്ങിന്റെ ടൈമാണ് അല്ലേ. അതായത് പോലീസ് ഇവിടുന്ന് പി തൊട്ട് എക്സ് വരെ എടുത്ത ടൈമും ടി തൊട്ട് എക്സ് വരെ എടുത്ത ടൈമും സെയിം അല്ലേ. അതായത് പോലീസ് എക്സ് എത്താൻ യൂസ് ചെയ്യുന്ന ടൈമും കള്ളൻ എക്സ് എത്താൻ യൂസ് ചെയ്യുന്ന ടൈമും രണ്ടും സെയിം ആണ്. എന്നാലല്ലേ ഇവർ തമ്മിൽ മീറ്റ് ചെയ്യത്തുള്ളൂ അല്ലേ. നോക്കിയേ, താണ്ട പിയും ടിയും ഇങ്ങനെ പോവാണ്, ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് താണ്ട എക്സിലേക്ക് എത്തുമ്പോൾ രണ്ടുപേരും എടുത്ത സമയം നോക്കിയേ. താണ്ട രണ്ടുപേരും പിയും ടിയും ഒരേ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ പോലീസിന്റെ സ്പീഡ് കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഓടി താണ്ട ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഈ ടിന്ന് എക്സ് വരെ എത്താൻ എടുത്ത ടൈം തന്നെയാണ് പിന്ന് എക്സ് വരെ എത്താൻ എടുത്ത ടൈം. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ആ ടൈം നമ്മളിവിടെ ആദ്യം കണ്ടുപിടിക്കണം. നോക്കേ, അതായത് ടൈം ടു ട്രാവൽ
Okay, time for the policeman to travel px distance is equal to what? Time for the thief to travel tx distance. അപ്പോൾ ആ ടൈം നമ്മൾ ഇവിടെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇവർ സ്പീഡ് ഓഫ് പോലീസ്മാനും സ്പീഡ് ഓഫ് തീഫും തന്നിട്ടുണ്ട്. പോലീസ്മാന്റെ സ്പീഡ് എത്രയാണ് ഇവർ തന്നിരിക്കുന്നത്? 12 കിലോമീറ്റർ പെർ അവർ അല്ലേ, 12 കിലോമീറ്റർ പെർ അവർ. തീഫിന്റെ സ്പീഡ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 10 കിലോമീറ്റർ പെർ അവർ, 10 കിലോമീറ്റർ പെർ അവർ. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് ഓടുന്നത് അല്ലേ, എന്നിട്ട് ഒരു പോയിന്റിൽ പിടിക്കുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു ആ ടൈം, അതായത് പോലീസുകാരൻ ഈ പി തൊട്ട് എക്സ് വരെ ഓടാനെടുത്ത സമയമാണ് ഈസ് ഈക്വൽ ടു വാട്ട്? കള്ളൻ ടി തൊട്ട് എക്സ് വരെ ഓടാനെടുത്ത സമയം. അപ്പൊ നമ്മൾക്ക് ആ സമയം കണ്ടുപിടിക്കണം. സോ നോക്കിയേ, റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞ, അപ്പോൾ ഇവിടെ പോലീസ്മാന്റെ സ്പീഡ് 12 കിലോമീറ്റർ പെർ അവർ, തീഫിന്റെ സ്പീഡ് എത്രയാണ്? 10 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കും? റിലേറ്റീവ് സ്പീഡ് ഇസ് ഈക്വൽ ടു വാട്ട്? 12 മൈനസ് 10 അല്ലേ, 12 മൈനസ് 10 രണ്ടുപേരും സെയിം ഡയറക്ഷനിലാകുമ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്താണ്? ഹയർ മൈനസ് ലോവർ. സോ 12 മൈനസ് 10 ഇസ് ഈക്വൽ ടു വാട്ട്? 2 കിലോമീറ്റർ പെർ അവർ. 2 കിലോമീറ്റർ പെർ അവർ ആണ് എന്ത്? റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ പെർ അവർ. നമുക്ക് ഇനി പറഞ്ഞിരിക്കുന്ന, ഞാൻ എന്താ പറഞ്ഞത്? ഇനി ടൈം കണ്ടുപിടിക്കണം അല്ലേ. കള്ളൻ ആ ടി എന്ന് പറഞ്ഞ പോയിന്റ് തൊട്ട് എക്സ് വരെ ഓടാൻ എടുക്കേണ്ട സമയമാണ് കണ്ടുപിടിക്കേണ്ടത്, എന്നാലേ നമുക്ക് ആ ഡിസ്റ്റൻസ് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ ടി എക്സിന്, അതായത് ടി തൊട്ട് എക്സ് വരെ ഓടാൻ എടുത്ത കള്ളന്റെ സമയം നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ആ ടൈം ഇസ് ഈക്വൽ ടു വാട്ട്? പി തൊട്ട് എക്സ് വരെ ഓടാൻ എടുത്ത സമയം, അതല്ലെങ്കിൽ അവർ തമ്മിലുള്ള ചേസിങ് സമയം അല്ലേ. പിയും ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ചേസ് ചെയ്യുന്ന ആ ഒരു സമയം, പിടിക്കുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള ഒരു സമയം, ആ ഒരു ഇൻസ്റ്റന്റിന് മുന്നേ വരെയുള്ള സമയം അല്ലേ, അതാണ് ചേസിങ് ടൈം. സോ ആ ചേസിങ് ടൈം വിൽ ബി ഈക്വൽ ടു വാട്ട്? കള്ളൻ ടി തൊട്ട് എക്സ് വരെ ട്രാവൽ ചെയ്യാൻ എടുത്തുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നോക്കിയേ, റിലേറ്റീവ് സ്പീഡ് ഇസ് 2 കിലോമീറ്റർ പെർ അവർ. സോ ആ ചേസിങ് ടൈം, ആ ടൈം എന്ന് പറഞ്ഞ ചേസിങ് ടൈം, ലെറ്റ് ഇറ്റ് ബി സ്മോൾ ലെറ്റർ ടി. ആ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ടി ഇസ് ഈക്വൽ ടു, നോക്കേ, നമുക്കറിയാം ഇനിഷ്യൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, എത്രയാണ്? 200. ദി വോൾ ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് എത്രയാണ്? 2 കിലോമീറ്റർ പെർ അവർ. ഇവിടെ 200 മീറ്ററിലാണ്, റിലേറ്റീവ് സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാണ്. സോ വി നീഡ് ടു കൺവേർട്ട് കിലോമീറ്റർ പെർ അവർ ഇൻറ്റു വാട്ട്? മീറ്റർ പെർ സെക്കൻഡ്. സോ കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. വി നീഡ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 5/18. കിലോമീറ്റർ മീറ്റർ, അപ്പം അതായത് വലിയ യൂണിറ്റ് ചെറുത് അല്ലേ, അപ്പോൾ ചെറിയ വാല്യൂ മേളിൽ വരും. നമ്മൾ ആ ഷോർട്ട് കട്ടൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആ എളുപ്പം മനസ്സിലാക്കാനുള്ള മെത്തേഡൊക്കെ അല്ലേ. സോ കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ യു നീഡ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 5/18. സോ 200 ദി വോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5. 2 ഇൻറ്റു 5 ഇവിടെ എഴുതിയിട്ട് 5/18 അല്ലേ, ഈ 18 ഞാൻ മേളിൽ കൊണ്ടുപോയി, അതായത് 200 ഇൻറ്റു 18. തൽക്കാലം ഇവിടെ കിടക്കട്ടെ, ഞാൻ കാൽക്കുലേഷൻ ഒന്നും ചെയ്യുന്നില്ല. ടി ഈസ് ഈക്വൽ ടു വാട്ട്? 200 ഇൻറ്റു 18 ദി വോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5. ഇത്രയും സെക്കൻഡ്സ് ആണെന്ന് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കിട്ടി, അതായത് ടി തൊട്ട് എക്സ് വരെ ഓടേണ്ട സമയം കിട്ടി. ടി തൊട്ട് എക്സ് വരെ കള്ളൻ ഓടേണ്ട ആ ഒരു സമയം കിട്ടി. ടി തൊട്ട് എക്സ് ഡിസ്റ്റൻസ്, അതായത് പിടിക്കപ്പെടുന്ന ആ ഡിസ്റ്റൻസ് വരെ കള്ളൻ എത്ര ടൈമിലാണ് ട്രാവൽ ചെയ്തത്, ആ ടൈം കിട്ടി. 200 ഇൻറ്റു 18 ദി വോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5 സെക്കൻഡ്സ്. 200 ഇൻറ്റു 18 ദി വോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5 സെക്കൻഡ്സ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് ആണ് അല്ലേ, അതായത് ഈ ഡിസ്റ്റൻസ് കള്ളൻ ഈ പറയുന്ന പോലെ എക്സ് വരെ എടുക്കാൻ, ആ പിടിക്കുന്ന ആ ഒരു ഇൻസ്റ്റന്റിന് തൊട്ട് മുന്നേ വരെ ഉള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ടൈം അറിയാം, കള്ളന്റെ സ്പീഡ് അറിയാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ? കള്ളൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളത് ഈ സ്പീഡിൽ. നോക്കേ, എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? വാട്ട് യു മീൻ ബൈ ഡിസ്റ്റൻസ്? വി നോ ദാറ്റ് സ്പീഡ് ഇസ് ഈക്വൽ ടു വാട്ട്? സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ, സ്പീഡ് ഇൻറ്റു ടൈം ആണ്, സ്പീഡ് ഇൻറ്റു ടൈം. സോ നമുക്കറിയാം കള്ളന്റെ സ്പീഡ് എന്താണ്? സോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വാട്ട്? സ്പീഡ് ഇൻറ്റു ടൈം. കള്ളന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? കള്ളന്റെ സ്പീഡ് എത്രയാണ്? കള്ളന്റെ സ്പീഡ് 10 കിലോമീറ്റർ പെർ അവർ. സോ 10 കിലോമീറ്റർ പെർ അവർ കിലോമീറ്റർ പെർ അവറിലാണ്. സോ വി നീഡ് ടു കൺവേർട്ട് ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ്. സോ 10 ഇൻറ്റു 5/18 അല്ലേ, 10 ഇൻറ്റു 5/18, 10 ഇൻറ്റു 5/18. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി. 10 ഇൻറ്റു 5/18 ഇൻറ്റു അല്ലേ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സോ ടൈം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 200 ഇൻറ്റു 18 ബൈ 2 ഇൻറ്റു 5. സോ 200 ഇൻറ്റു 18 അല്ലേ, 200 ഇൻറ്റു 18 ദി വോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5 അല്ലേ, 2 ഇൻറ്റു 5 വരും. ഓക്കെ, 5ഉം 5ഉം വെട്ടിപ്പോയി, 18ഉം 18ഉം വെട്ടിപ്പോയി, 2 എത്രയാണ്? 100. സോ ഓക്കെ, 10 ഇൻറ്റു 100 വന്നു അല്ലേ, 10 ഇൻറ്റു 100 ദാറ്റ് ഈസ് വാട്ട്? 1000 വരും, 1000 മീറ്റർ വരും. നമുക്കറിയാം
ഓപ്ഷൻസിൽ എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? കിലോമീറ്ററിലാണ്. സോ അവർ ആൻസർ ഈസ് വാട്ട്? 1000 മീറ്റർ. സോ ഓപ്ഷൻസിൽ 1000 മീറ്ററിന് യു നീഡ് ടു കൺവേർട്ട് ബാക്ക് ടു കിലോമീറ്റർ, ദാറ്റ് ഈസ് 1 കിലോമീറ്റർ. So our answer is what? Option A, that is 1 kilometer. Question 1 കഴിഞ്ഞു. Now let's deal with question number 2. So question number 2 എന്തായിരുന്നു? Okay guys, now let's solve the second question. So രണ്ടാമത്തെ question okay. A man bought 20 pencils അല്ലേ? അതല്ലേ ചോദ്യം? Yeah. A man bought 20 pencils of two different types. Type 1 pencil cost 5 per pencil and type 2 cost 8 per pencil. His total expense is rupees 130. Later he found that 2 pencils of type 2 got damaged. What price per pencil he need to sell in order to make a profit of 10%? So ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് ടൈപ്പ് ഓഫ് പെൻസിൽസ് ഉണ്ട് അല്ലേ? ടൈപ്പ് 1 ടൈപ്പ് 2. ടൈപ്പ് 1ന്റെ ഒരു പെൻസിലിന്റെ പ്രൈസ് എത്രയാണ്? 5 പെർ പെൻസിലും ടൈപ്പ് 2ൻ്റെത് 8 പെർ പെൻസിലും അല്ലേ? അതിന്റെ ടോട്ടൽ എക്സ്പെൻസ് 130. എന്നിട്ട് ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? ലേറ്റർ ഹി ഫൗണ്ട് ദാറ്റ് 2 pencils of type 2 got damaged. What price per pencil he need to sell in order to make a profit, overall profit of 10%? അല്ലേ? ഒരു ഓവറോൾ പ്രോഫിറ്റ് 10% പ്രോഫിറ്റ് അയാൾക്ക് കിട്ടണമെങ്കിൽ, രണ്ട് പെൻസിൽ ഡാമേജ് ആയി, സോ റിമൈനിങ് പെൻസിൽസ് വിൽക്കുമ്പോൾ അയാൾക്ക് 10% പ്രോഫിറ്റിൽ കിട്ടണമെങ്കിൽ അയാളുടെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നോക്കിയേ, ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന്. സോ ഓക്കെ, സോ ഇവിടെ മൊത്തം 20 പെൻസിൽ ഉണ്ടായിരുന്നു അല്ലേ? മൊത്തം 20 പെൻസിൽ ഉണ്ടായിരുന്നു. 20 പെൻസിലിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 130. 20 പെൻസിലിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? മൊത്തം 20 പെൻസിൽ ഉണ്ടായിരുന്നു. അതിന്റെ ടോട്ടൽ എക്സ്പെൻസ്, അതായത് അയാളുടെ എക്സ്പെൻസ്, ദാറ്റ് മീൻസ് ഹിസ് കോസ്റ്റ് പ്രൈസ്. അയാൾ പിന്നെ ഒരാൾക്ക് വിൽക്കുകയല്ലേ, അപ്പോൾ ദിസ് വിൽ ബി ദി കോസ്റ്റ് പ്രൈസ് ആൻഡ് പിന്നെ വിൽക്കാൻ പോകുന്ന പ്രൈസ് ഇസ് വാട്ട്? ദാറ്റ് വിൽ ബി ദി സെല്ലിംഗ് പ്രൈസ്, റൈറ്റ്? സോ 20 പെൻസിൽസിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 130 രൂപയാണ്. എന്നിട്ട് ഒരു പെൻസിലിന് 5 പെർ പെൻസിലും രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു അല്ലേ? ടൈപ്പ് 1 ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ 5 രൂപ പെർ പെൻസിൽ, ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ 8 രൂപ പെർ പെൻസിൽ. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് അതിൽ 2 പെൻസിൽ ഡാമേജ് ആയി. അതായത് 20 പെൻസിൽ ഉണ്ടായിരുന്നു, 20 പെൻസിലിന് 2 എണ്ണം ഡാമേജ് ആയി. 2 എണ്ണം ഡാമേജ് എന്ന് പറയുമ്പോൾ ടൈപ്പ് 2ലാണ് ഡാമേജ് ആവുന്നത്. മൊത്തം 20 എണ്ണം ഉണ്ട് അല്ലേ? ടൈപ്പ് 1 ടൈപ്പ് 2 കൂടെ ചേർന്നാണ് 20. അപ്പോൾ അതിൽ ടൈപ്പ് 2ൽ 2 എണ്ണം ഡാമേജ് എന്ന് പറയുമ്പോൾ മൊത്തം ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? മൊത്തം ഇനി ബാക്കി 18 എണ്ണം അല്ലേ? ഇനി റിമൈനിങ് 18 എണ്ണമേ ഉള്ളൂ. സോ ഈ 18 പെൻസിൽ അയാൾ സെല് ചെയ്യണം അല്ലേ? അയാളെ കോസ്റ്റ് പ്രൈസ് ഇതാണ്. ഹി നീഡ് ടു സെൽ ദിസ് 18 പെൻസിൽ. സോ ഇൻ സച്ച് എ വേ ദാറ്റ് ഹി നീഡ് ടു ഗെറ്റ് എ പ്രോഫിറ്റ് ഓഫ് ഹൗ മച്ച്? 10% പ്രോഫിറ്റ് കിട്ടണം അല്ലേ? 10% പ്രോഫിറ്റ് അയാൾക്ക് കിട്ടണം അയാൾ സെല് ചെയ്യുമ്പോൾ. അപ്പോൾ അയാളുടെ പ്രൈസ് പെർ പെൻസിൽ ദാറ്റ് ഹി നീഡ് ടു സെൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ റിമൈനിങ് 18 പെൻസിൽ അയാൾ വിൽക്കണം. ആ 18 പെൻസിൽ അയാൾ മൊത്തത്തിൽ വിൽക്കുമ്പോൾ 10% പ്രോഫിറ്റ് കിട്ടണം. സോ നമുക്കറിയാം അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 130 അല്ലേ? കോസ്റ്റ് പ്രൈസ് 130. നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 10%. നമുക്കറിയാം കോസ്റ്റ് പ്രൈസ്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 10%. നമുക്കറിയാം കോസ്റ്റ് പ്രൈസ് പ്ലസ് കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലേ? P% ഓഫ് കോസ്റ്റ് പ്രൈസ് ഈസ് വാട്ട്? ഇറ്റ് വിൽ ബി സെല്ലിംഗ് പ്രൈസ് അല്ലേ? കോസ്റ്റ് പ്രൈസ് പ്ലസ് P% ഓഫ് കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. ദാറ്റ് മീൻസ് 130 പ്ലസ് 10% of 130 അല്ലേ? 10% of 130, 10% of 130 will be what? That will be his selling price. That means 130 plus 10% of 130 എന്ന് പറയുമ്പോൾ എത്ര വരും? 13 വരും അല്ലേ? That will be is equal to what? Selling price. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? സെല്ലിംഗ് പ്രൈസ് is equal to 130 plus 13 എത്ര വരും? 143 വരും അല്ലേ? 143 വരും. അതായത് അയാളുടെ സെല്ലിംഗ് പ്രൈസ് 143 രൂപയായിരിക്കണം. ഓവറോൾ സെല്ലിംഗ് പ്രൈസ് 10% പ്രോഫിറ്റ് അയാൾ 18 പെൻസിൽ വിൽക്കണമെങ്കിൽ അയാളുടെ സെല്ലിംഗ് പ്രൈസ് 143 രൂപയായിരിക്കണം. അതായത് 18 പെൻസിലിന് 143 രൂപ അല്ലേ? അതായത് 18 പെൻസിലിന്റെ അയാളുടെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കണം? 143. അങ്ങനെയാണെങ്കിൽ ഒരു പെൻസിലിന്റെ എത്ര ആയിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 143/18. എത്ര കിട്ടും നോക്കിയേ? 143/18 കാൽക്കുലേറ്റ് ചെയ്തേ. ഓക്കെ ഗായ്സ്, സോ 143/18 നിങ്ങൾക്ക് ഏകദേശം എത്രയാണ്? 7.9 സംതിങ് കിട്ടും കേട്ടോ. 7.9 സംതിങ് ആണ് കിട്ടുക. സോ 7.9 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെടുക്കാം? നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തോ ആൻസർ ഓപ്റ്റ് ചെയ്യാം. അപ്രോക്സിമേറ്റ് 8 അല്ലേ? അപ്രോക്സിമേറ്റ് 8 പെർ പെൻസിൽ എടുക്കാം. അതായത് 7.9 അല്ലേ നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? അപ്രോക്സിമേറ്റ് 8 പെർ പെൻസിൽ. അപ്രോക്സിമേറ്റ് 8 പെർ പെൻസിൽ അല്ലേ? അതായത് അപ്രോക്സിമേറ്റ് 8 പെർ പെൻസിൽ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ 7.5 എടുക്കാനുള്ള ചാൻസ് വരും. നമ്മുടെ ആൻസർ 7.9 ആണ്. അപ്പോൾ എന്തായാലും ഈ ഓപ്ഷൻ ആയിരിക്കത്തില്ല. സോ അതിന് ഏറ്റവും നിയർ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? അപ്രോക്സിമേറ്റ് 8 പെർ പെൻസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളെ എന്താണ് കുറച്ചും കൂടെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മീൻസ് ഒന്ന് നിങ്ങളെ ഒന്ന് നിങ്ങളുടെ തോട്ട് പ്രോസസ് ഒക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ടൈപ്പ് 1 പെൻസിൽ 5 പെർ പെൻസിൽ, ടൈപ്പ് 2 8 പെർ പെൻസിൽ. ശരിക്കും നമ്മൾ ആ ഡേറ്റ യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല അല്ലേ?
ഈ ഡേറ്റ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടേ വന്നില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ ഉത്തരം കിട്ടും. ഓക്കെ, സോ ആൻസർ ഈസ് അപ്രോക്സിമേറ്റ്ലി ₹8 per pencil. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 അല്ലേ, മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, 2 cars starting from point A and point B which are 500 km apart running in the opposite directions. Car 1 from A running at a speed of 50 km per hour moving towards B, while car 2 from B moving towards A moving at a uniform speed of 30 km per hour for the first hour, at a uniform speed of 40 km per hour for the second hour, and at a uniform speed of 50 km per hour for the third hour, and so on. ഇതാണ് ശരിക്കും ക്വസ്റ്റ്യൻ അല്ലേ, കുറച്ച് ആ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 is after 5 hours the car will meet at the midway between A and B. എയുടെയും ബിയുടെയും മിഡിലിൽ കാർ മീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് ആഫ്റ്റർ 6 hours the gap between the car 1 and car 2 will be 130 km. നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണോ എന്നുള്ളത് നോക്കാം മേളിൽ തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് അല്ലേ. അപ്പൊ നോക്കിയേ, 2 cars starting from point A and B, ഇതാട്ടെ പോയിന്റ് എ എന്നിരിക്കട്ടെ. So let this be point A. Let this be point B. Car A, ഇതാണ് ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസ് ഇതാണ്. So 2 cars starting from point A and B which are 500 km apart. അപ്പോൾ ഇത് മൊത്തവും എത്രയാണ് ഡിസ്റ്റൻസ്? ഇത് മൊത്തവും എത്രയാണ്? 500 കിലോമീറ്റർ ആണ്. 500 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇത് മൊത്തത്തിൽ. ഓക്കെ, എന്നിട്ട് ഇവർ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കേ, car 1 from A running at 50 km per hour moving towards car B, while car 2 moving towards A at a uniform speed of 30 km per hour the first hour, and a uniform speed of 40 km per hour for the second hour, and a uniform speed of 50 km per hour for the third hour, and so on. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അതാണ് ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ. നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ കറക്റ്റ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആഫ്റ്റർ 5 hours the car will meet at the midway between A and B. അതായത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറും ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറും ശരിക്കും ഇതിന്റെ മിഡിലിൽ 5 മണിക്കൂറിന് ശേഷം രണ്ടുപേരും ഈ ഡിസ്റ്റൻസിന്റെ മിഡ് പോയിന്റിൽ എത്തിച്ചേരും എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കാറിന്റെ സ്പീഡ് നോക്കി, അറ്റ് എ സ്പീഡ് ഓഫ് 50 km per hour മൂവിങ് ടുവേർഡ്സ് ബി. അതായത് ഓരോ മണിക്കൂറിലും, അതായത് നോക്കി 50 km per hour അല്ലെ, 50 km per hour. ഓരോ മണിക്കൂറിലും 50 km വെച്ചാണ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാർ കവർ ചെയ്യുന്നത് അല്ലേ. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാർ, അതായത് കാർ 1 അല്ലേ, കാർ 1 കവർ ചെയ്യുന്നത്. കാർ 1 ഇങ്ങോട്ട് പോകുന്നു, കാർ 2 എയിലേക്ക് വരുന്നു അല്ലേ, കാർ 2 ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സോ കാർ 1 ഈ പറയുന്ന പോലെ ഓരോ മണിക്കൂറിലും 50 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂറിൽ കാർ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും നോക്കേ? ഫസ്റ്റ് അവർ, സെക്കൻഡ് അവർ, തേർഡ് അവർ, ഫോർത്ത് അവർ, ഫിഫ്ത്ത് അവർ അല്ലേ. ഓക്കെ, 50 50 50 50 50. ദാറ്റ് മീൻസ് 50 into 5 എത്ര വരും? 250 അല്ലേ. അപ്പോൾ 250 മീറ്റർ 250 കിലോമീറ്റർ ആര് കവർ ചെയ്യും? കാർ എ കവർ ചെയ്തു, കാർ 1 കവർ ചെയ്തു. അതായത് 5 മണിക്കൂറിൽ ഓരോ മണിക്കൂറിലും 50 കിലോമീറ്റർ വെച്ച് ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂറിലാവുമ്പോൾ കാർ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും? 250 കിലോമീറ്റർ. അതായത് 50 കിലോമീറ്റർ പെർ അവർ അല്ലെ, സ്പീഡ് അങ്ങനെയാണ്. ഒരു മണിക്കൂറിൽ 50 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മണിക്കൂർ ആകുമ്പോൾ 100, മൂന്നാമത്തെ മണിക്കൂർ ആകുമ്പോൾ എത്ര വരും? 150, നാലാമത്തെ മണിക്കൂർ ആകുമ്പോൾ 200, അഞ്ചാമത്തെ മണിക്കൂർ ആകുമ്പോൾ 250 കിലോമീറ്റർ. അങ്ങനെ 250 കിലോമീറ്റർ കവർ ചെയ്തു ഓരോ മണിക്കൂറിലും. ഫസ്റ്റ് അവർ, സെക്കൻഡ് അവർ, തേർഡ് അവർ, ഫോർത്ത് അവർ, ഫിഫ്ത്ത് അവർ. കണ്ടോ, ഫിഫ്ത്ത് അവറിൽ 250 കിലോമീറ്റർ കവർ ചെയ്തു. ഇനി കാർ ബിയുടെ കേസ് നോക്കിയേ. കാർ ബി എങ്ങനെയാണ് വരുന്നത്? കാർ ബി മൂവിങ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഓഫ് 30 കിലോമീറ്റർ പെർ അവർ ഫോർ ദി ഫസ്റ്റ് അവർ. ആദ്യത്തെ ഒരു മണിക്കൂറിൽ കാർ 30 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, 30 കിലോമീറ്റർ പെർ അവർ. ആദ്യത്തെ ഒരു മണിക്കൂർ കാർ 30 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ആൻഡ് എ യൂണിഫോം സ്പീഡ് ഓഫ് 40 കിലോമീറ്റർ പെർ അവർ ഫോർ ദി സെക്കൻഡ് അവർ അല്ലെ. രണ്ടാമത്തെ ഒരു അവറിൽ 40 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ആൻഡ് 50 കിലോമീറ്റർ ഫോർ ദി തേർഡ് അവർ. മൂന്നാമത്തെ മണിക്കൂറിൽ എത്ര ട്രാവൽ ചെയ്തു? 50 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. നാലാമത്തേൽ എത്ര ട്രാവൽ ചെയ്യും അപ്പോൾ? 60. അഞ്ചാമത്തേൽ എത്ര വരും? 70. അതായത് ദിസ് ഇസ് ഫസ്റ്റ് അവർ ഫോർ കാർ 2, സെക്കൻഡ് അവർ ഫോർ കാർ 2, തേർഡ് അവർ ഫോർ കാർ 2, ഫോർത്ത് അവർ ഫോർ കാർ 2, ആൻഡ് ദിസ് വിൽ ബി വാട്ട്? ഫിഫ്ത്ത് അവർ ഫോർ കാർ 2 അല്ലേ. അപ്പോൾ നോക്കിയേ, കാർ ബി ഇവിടുന്ന് ഫസ്റ്റ് അവറിന് 30 കിലോമീറ്റർ,
സെക്കൻഡ് അവറിൽ 40 കിലോമീറ്റർ, തേർഡ് അവറിൽ 50 കിലോമീറ്റർ, ഫോർത്ത് അവറിൽ 60 കിലോമീറ്റർ, ഫിഫ്ത്ത് അവറിൽ 70 കിലോമീറ്റർ. അപ്പോൾ മൊത്തം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് നോക്കേ? 30 + 40 70, 70 70 140, 140 + 40 എത്ര വരും? 180. സോ സോറി 140 + 60 എടുക്കുക, 200 അല്ലേ? ആ സോറി 30 + 40 70, 70 70 140, 140 + 60 200, 200 + 50 250. സോ ഇറ്റ് വിൽ ബി വാട്ട്? 250. 250 കിലോമീറ്റർ കവർ ചെയ്തു. ആര് കവർ ചെയ്തു? കാർ ബിയും കാർ 2ഉം കവർ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് നോക്കേ, ഇവിടെ നോക്കേ, കാർ 1 എയിൽ നിന്ന് 5 മണിക്കൂർ ട്രാവൽ ചെയ്തപ്പോൾ 250 കിലോമീറ്റർ കവർ ചെയ്തു. കാർ 2 ബിയിൽ നിന്ന് 5 മണിക്കൂർ ട്രാവൽ ചെയ്തപ്പോൾ വീണ്ടും 250 കിലോമീറ്റർ കവർ ചെയ്തു. അതായത് ഇവര് രണ്ടുപേരും ഈക്വൽ ഡിസ്റ്റൻസ്. അത് നോക്കി, 500ന്റെ പാതിയല്ലേ 250. അതായത് കാർ എയും ഫസ്റ്റ് 5 അവേഴ്സിൽ 500ന്റെ പാതി ട്രാവൽ ചെയ്തിട്ടുണ്ട്, കാർ ബിയും ഫസ്റ്റ് 5 അവേഴ്സിൽ 500ന്റെ പാതി ട്രാവൽ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഐ ആം ഷുവർ ദാറ്റ് ദേ വിൽ റീച്ച് ദി മിഡ് പോയിന്റ്. അവരെന്തായാലും മിഡ് പോയിന്റിൽ മീറ്റ് ചെയ്യും, അത് 100% ഉറപ്പാണ്. ദാറ്റ് മീൻസ് ദേ വിൽ റീച്ച് ദി മിഡ് പോയിന്റ്. രണ്ട് കാറും മിഡ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വിൽ ബി വാട്ട്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി രണ്ടാമത്തെ നോക്കി, ആഫ്റ്റർ 6 അവേഴ്സ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ദി കാർ 1 ആൻഡ് കാർ 2 വിൽ ബി 130 കിലോമീറ്റർ. ആഫ്റ്റർ 6 അവേഴ്സിൽ, ആറാമത്തെ മണിക്കൂറിൽ കാർ എയുടെയും കാർ ബിയുടെയും കാർ 1ന്റെയും കാർ 2ന്റെയും ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? അവർ തമ്മിലുള്ള ഗ്യാപ്പ് 130 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ദിസ് ബി എ ആൻഡ് ലെറ്റ് ദിസ് ബി ബി. ഓക്കെ, അപ്പോൾ ഓൾറെഡി കാർ എയുടെയും കാർ ബിയുടെയും പൊസിഷൻ അതിന്റെ മിഡ് പോയിന്റിലാണ് 5ാമത്തെ മണിക്കൂറിൽ അല്ലേ? അപ്പോൾ 6ാമത്തെ മണിക്കൂറിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഓക്കെ, കാർ എ 6ാമത്തെ മണിക്കൂർ ആകുമ്പോൾ 50 കിലോമീറ്റർ എങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തു? ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തു അല്ലേ? കാർ എയുടെ സ്പീഡ് എത്രയാണ്? മണിക്കൂറിൽ 50 കിലോമീറ്റർ വെച്ചിട്ട് അല്ലേ? കാർ ബി എങ്ങനെയാണ് പോകുന്നത്? ഫസ്റ്റ് അവറിൽ 30, സെക്കൻഡ് അവറിൽ 40, തേർഡ് അവറിൽ 50, ഫോർത്ത് അവറിൽ 60, ഫിഫ്ത്ത് അവറിൽ 70 ആൻഡ് സിക്സ്ത് അവറിൽ എത്ര വരും? 80 വരും അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 80 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. സോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വരും? ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് 50, ഇവിടുന്ന് അങ്ങോട്ട് 80 + 50 എത്ര വരും? 130 അല്ലേ? 130 വരും, 130 കിലോമീറ്റർ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അവർ ആൻസർ ഈസ് വാട്ട്? ബോത്ത് 1 and 2. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ് അല്ലേ? തന്നിരിക്കുന്ന കണ്ടീഷനിൽ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, നമുക്കത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, now let's move on to our next question. Question number 4. In an essay competition, Arun scored 60% and Devika scored 80%, and the mark obtained by Arun is 20 less and that of by Devika is 30 more than the marks obtained by Rashmi. The marks obtained by Sajin who scored 90% is. അതാണ് ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു എസ്സേ കോമ്പറ്റീഷൻ നടത്തി, അരുൺ സ്കോർ 60% ആൻഡ് ദേവിക സ്കോർ 80%. അതായത് അരുണിന്റെ സ്കോർ എന്ന് പറയുമ്പോൾ ടോട്ടലിന്റെ 60%, ദേവികയുടെ സ്കോർ എന്ന് പറയുമ്പോൾ ടോട്ടലിന്റെ 80%. ആൻഡ് ദെൻ ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ അരുൺ ഇസ് 20 ലെസ് ആൻഡ് ദാറ്റ് ബൈ ദേവിക ഇസ് 30 മോർ ദാൻ ദി മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ രശ്മി. സോ ഇവിടെ അരുണിന്റെ മാർക്കും പിന്നെ ഈ ദേവികയുടെ മാർക്കും ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നു? രശ്മിയുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അരുണിന്റെ മാർക്കും ദേവികയുടെ മാർക്കും ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നു? രശ്മിയുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നു അല്ലേ? രശ്മിയുടെ മാർക്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ് ഇവിടെ. അപ്പൊ നോക്കിയേ, നോക്കിയേ ഇവിടെ അരുണിന്റെ സ്കോർ, ലെറ്റ് ദിസ് ബി അരുൺ, ലെറ്റ് ദിസ് ബി ദേവിക. ഓക്കെ, അപ്പോൾ അരുണിന്റെ സ്കോർ എത്രയാണ്? 60% ഓഫ് ദി ടോട്ടൽ, 60% ഓഫ് ടോട്ടൽ അല്ലേ? ടോട്ടൽ ടി എന്ന് പറഞ്ഞത്, ടോട്ടൽ മാർക്സ് ടി എന്ന് പറഞ്ഞെടുക്കുക. അപ്പോൾ അരുണിൻ്റെത് 60%, ദേവികയുടെ എത്രയാണ്? 80% ഓഫ് ടോട്ടൽ അല്ലേ? 80% ഓഫ് ടോട്ടൽ. സോ 60% നമുക്ക് എങ്ങനെ എഴുതാം? 60/100t എന്ന് എഴുതാം. 80% നമുക്ക് എങ്ങനെ എഴുതാം? 80/100t എന്ന് എഴുതാം അല്ലേ? 80/100t എന്ന് എഴുതാം. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് അരുൺ സ്കോർ ഇസ് 20 ലെസ്. ഓക്കെ, the marks obtained by Arun is 20 less and that by Devika is 30 more than the marks scored by Rashmi. അതായത് അരുണിന്റെ മാർക്ക് രശ്മിയായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു, ദേവികയുടെ മാർക്കും രശ്മിയായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. നമുക്ക് ആദ്യം അരുണിന്റെ രശ്മിയുടെ മാർക്ക് നോക്കാം. Arun is 20 less marks obtained. Arun's mark is what? 20 less marks.
അതായത് രശ്മിയുടെ മാർക്ക് എത്രയാണോ ആ മാർക്കിനേക്കാളും 20 മാർക്ക് കുറവാണ് അരുണിൻ്റെത്. ദാറ്റ് മീൻസ് രശ്മിയുടെ മാർക്ക് 6 എന്ന് പറഞ്ഞിരിക്കട്ടെ. ഓക്കെ, രശ്മിയുടെ മാർക്ക് എത്രയാണ്? രശ്മിയുടെ മാർക്ക് 6 എന്നിരിക്കട്ടെ. സോ ഇവിടെ 60/100 t is equal to what? R മൈനസ് എത്ര മാർക്ക് കുറവുണ്ട്? രശ്മിയേക്കാൾ 20 മാർക്ക്. അതായത് 60 മൈനസ് t is equal to R മൈനസ് 20 എന്ന് എനിക്ക് എഴുതാവോ? അപ്പോൾ ഇവിടെ ഇനി ദേവികയുടെ കേസ് എങ്ങനെയാണ്? 30 മോർ മാർക്സ്. ദേവിക 30 മാർക്ക് അധികം വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് 80/100 t is equal to what? Is equal to what? R plus 30 അല്ലേ? അതായത് രശ്മിയുടെ മാർക്ക് എത്രയാണോ അതിനേക്കാൾ 30 മാർക്ക് അധികം വാങ്ങിച്ചു. ദാറ്റ് മീൻസ് ഇവിടെ നോക്കിയേ, രണ്ട് കേസിലും നമുക്ക് രശ്മിക ഇൻ കോമൺ നോക്കിയേ, ഇവിടെ നോക്കിയേ, അതായത് 60/100 t is equal to what? R minus 20. So R എത്ര വരും? R is equal to 60/100 t plus 20. അപ്പോൾ ഇവിടെ എത്ര വരും? R എത്ര വരും? R is equal to 80/100 t minus 30. അപ്പോൾ രണ്ട് കേസിലും ഇൻ ടേംസ് ഓഫ് R ആയി അല്ലേ? ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ മാർക്സ് കിട്ടും. ടോട്ടൽ മാർക്സിന്റെ 90% ആണ് ആര് സ്കോർ ചെയ്തിരിക്കുന്നത്? സജിൻ. സോ ഇവിടെ 60/100 t plus 20 is equal to R, 80/100 t minus 30 is equal to R അല്ലേ? സോ 60 നോക്കേ, അപ്പോൾ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യും. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. അപ്പോൾ ഇവിടെ രണ്ടിനെ RHS സെയിം ആയിട്ട് നമുക്ക് രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കേ, 60t by 100 plus 20 is equal to what? 80t by 100 minus 30 അല്ലേ? ടി എല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോവാം, അതായത് ടി എല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോവാം, എന്നിട്ട് കോൺസ്റ്റൻസ് എല്ലാം ഒരു സൈഡ്, നമ്പേഴ്സ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകാം. ദാറ്റ് ഈസ് 20 plus 30. ഓക്കെ, 20 plus 30 is equal to what? 80t by 100 minus 60t by 100 അല്ലേ? 80t by 100. So 20 plus 30 is what? 50 is equal to what? 80t minus 60t എത്ര വരും? 8 6 പോകുമ്പോൾ എത്ര വരും ഇവിടെ? 8 6 പോകുമ്പോൾ 2 അല്ലേ? ദാറ്റ് മീൻസ് 20t. So 20t by 100. So t 0 0 കോൺസ്റ്റന്റ് 2 5 അല്ലേ? So t എത്ര വരും? t is equal to 50 into 5, it will be 250 അല്ലേ? 250 വരും. ദാറ്റ് മീൻസ് ടോട്ടൽ മാർക്സ് എത്ര വന്നു? ടോട്ടൽ മാർക്സ് വി ഗോട്ട് ഇറ്റ് ആസ് 250. അങ്ങനെയാണെങ്കിൽ സജിന്റെ മാർക്ക് എത്രയാണ്? 90% ഓഫ് 250 അല്ലേ? 90% ഓഫ് 250 എത്ര വരും? ഇറ്റ് വിൽ ബി 225, 225 വരും. സോ അവർ ആൻസർ ഈസ് വാട്ട്? ഓപ്ഷൻ സി, 225, 225. ഓക്കെ, സോ ഇവിടെ ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് അരുണിന്റെ സ്കോർ എത്രയാണ്? 60% ഓഫ് ടോട്ടൽ, ദേവികയുടെ സ്കോർ 80% ഓഫ് ടോട്ടൽ. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അരുണിന് രശ്മിയുടെ മാർക്ക് 6 ആണെങ്കിൽ അരുണിന് രശ്മിയെക്കാളും 20 മാർക്ക് കുറവാണ്. ദാറ്റ് മീൻസ് 60/100 t is equal to what? R minus 20. ദേവികയുടെ കേസ് എങ്ങനെയാണ്? ദേവികയ്ക്ക് 30 മാർക്ക് കൂടുതലാണ് രശ്മിയെക്കാളും. ദാറ്റ് മീൻസ് 80/100 t is equal to what? R plus 30. സോ ഇവിടെ നിന്ന് നമ്മൾ ഇൻ ടേംസ് ഓഫ് R ആക്കി രണ്ടും, എന്നിട്ട് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 60/100 t plus 20 is equal to what? 80/t/100 minus 30. So you will be getting 50 is equal to what? അതിൽ നിന്ന് നമുക്ക് t യുടെ വാല്യൂ കിട്ടി. ഇറ്റ് ഇസ് 250 and we know that Sajin scored 90%. Question പറഞ്ഞിട്ടുണ്ട് Sajin 90% ആണ്. 90% of the total. So 90% of 250, it is nothing but 225. So our answer is what? 225.